ഇന്നത്തെ പുതിയ വീഡിയോ നമ്മൾ സിറ്റിയിൽ ബെസ്ലിക്കയിലേക്കുള്ളൊരു യാത്രയാണ്. അത് ഡ്രൈവ് ചെയ്ത് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചിട്ട് ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി അവിടെ നിന്ന് നടന്ന് ബെസ്ലിക്കയിൽ പോകുന്നൊരു വീഡിയോ ആണ്. പിന്നെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രെയിൻ ഞങ്ങൾ വെസ്റ്റ് സൈഡിൽ നിന്നാണ് ട്രെയിൻ പിടിക്കാൻ നേരത്ത് നമുക്ക് 2 ട്രെയിൻ പിടിക്കണം പൊതുവേ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അവിടെ മെട്രോ ട്രെയിൻ ഞങ്ങളുടെ സ്റ്റേഷനിൽ ഇല്ല. അപ്പം റീജിയണൽ ട്രെയിനാണ്. അത് ഈ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിർത്തില്ല. അപ്പോൾ അതൊരു മെയിൻ സ്റ്റേഷനാണ്, നമ്മുടെ ഐക്കോണിക് സ്റ്റേഷനാണ് മെൽബണിൻ്റെ തന്നെ. ഞങ്ങളൊരു പർട്ടിക്കുലർ സ്റ്റേഷൻ സദേൺ ക്രോസ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വേറെ സിറ്റി ലൂപ്പ് ട്രെയിനോ അല്ലെങ്കിൽ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റ് ട്രെയിനോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിറ്റി ലൂപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിറ്റിയുടെ അടിഭാഗത്ത് തന്നെ കിടന്നിങ്ങനെ ലൂപ്പ് പോലെ കിടന്ന് കറങ്ങുന്ന ഒരു 3-4 സ്റ്റേഷനാണ് സിറ്റി ലൂപ്പ് ട്രെയിൻ. അങ്ങനെ സിറ്റി ലൂപ്പ് ട്രെയിൻ നമ്മൾ ക്യാച്ച് ചെയ്യണമെങ്കിൽ പാർലമെൻറ്റ് സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി അടുത്താണ് ബെസ്ലിക്ക. നമ്മൾ ഈ സദേൺ ക്രോസ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയത് കൊണ്ട് അവിടെ നിന്ന് പാസ് ബൈ ട്രെയിൻ ഈ ഫ്ലിൻഡേഴ്സിലൂടെ പോകുന്ന ട്രെയിനിൽ കയറി നമ്മൾ ഫ്ലിൻഡേഴ്സ് സ്ട്രീറ്റിൽ ഇറങ്ങി. അതുകൊണ്ടാണ് നമുക്ക് കുറച്ച് ദൂരം നടക്കേണ്ടി വരുന്നത്. എന്നാലും ഏകദേശം ഒരു 10-15 മിനിറ്റ് നടന്നാൽ നമുക്ക് ബെസ്ലിക്കയിൽ എത്താൻ പറ്റും. ഇത് മെൽബണിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് കത്തീഡ്രലാണ്. വളരെ ടോളായിട്ടുള്ള ഒരു ഫസാഡ്, അതായത് ഫ്രണ്ട് സൈഡ് ആർക്കിടെക്റ്റാണ് ഇതിൻ്റെ. ഇത് തൊട്ടടുത്ത് തന്നെ സ്റ്റേറ്റ് പാർലമെൻറ്റും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട്സ്, അതായത് CBD, ട്രഷറി എല്ലാം ഉൾപ്പെടുന്ന ഒരു സ്ഥലത്താണ് ഈ കത്തീഡ്രൽ. കുറേ സ്റ്റാർ ഹോട്ടലും ഇതിന് ചുറ്റുമുണ്ട് ഈ കത്തീഡ്രലിന് ചുറ്റും. അപ്പോൾ ഇതൊരു പിക്നിക് സ്പോട്ട് തന്നെയാണ് ഈ കത്തീഡ്രൽ. അതിമനോഹരമായ ആർക്കിടെക്റ്റ് കൊണ്ടും അതിൻ്റെ ഹിസ്റ്റോറിക് വാല്യൂസ് എല്ലാം കൊണ്ട് തന്നെ. ഇവിടെ മൈഗ്രൻസ് ആയിട്ട് വന്നവർ അവരുടേതായ റിലീജിയൻ അവരോടൊരുമിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ സ്ഥാപിച്ചതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ വാല്യൂയും കൂടെ ഉണ്ട് ഈ കത്തീഡ്രലിന്. വളരെയധികം ഹിസ്റ്റോറിക്കൽ വാല്യൂ ഉള്ളൊരു ചർച്ചാണിത്. 1851 ഇതിൻ്റെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്നത്. ഇതിൻ്റെ അൽത്താരയുടെ ബാക്ക് സൈഡിൽ കുറേയധികം സ്റ്റാച്യൂസ് ഉണ്ട് ഹിസ്റ്ററിയുടെ വാല്യൂ അറിയിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് വളരെ പീസ്ഫുള്ളായിട്ട് പ്രാർത്ഥിക്കാനും ഇതും എപ്പോഴും ഓപ്പൺ ആയിരിക്കും. വളരെ ക്വയറ്റായിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റിയ ഒരു ഡിവൈൻ ലൊക്കേഷൻ കൂടിയാണ്. അപ്പം മെൽബണിൽ വരാൻ നേരത്ത് നിങ്ങൾ ഇതും കൂടി ഒന്ന് വിസിറ്റ് ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതിൻ്റെ ചുറ്റും അതിമനോഹരമായ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തൊരു അട്രാക്റ്റീവായിട്ടുള്ളൊരു സെക്ഷനാണ് പൈപ്പ് ഓർഗൻസ് എന്ന് പറഞ്ഞ പള്ളിയുടെ ഉള്ളിൽ തന്നെ വലിയൊരു ഓർഗനാണത്. അത് ബിൽഡ് ചെയ്തത് ലേറ്റ് 1870s. അതിൻ്റെ ഏകദേശം ഒരു റിനോവേറ്റ് ചെയ്തായിരുന്നു. ആ ഒരു ഹ്യൂജ് പൈപ്പ് ഓർഗനാണത്. ഒരു ഹോൾ സൈഡ് ഓഫ് ദി ചർച്ചിൻ്റെ കംപ്ലീറ്റ്ലി അത് കവേർഡാണ്. അത്രയ്ക്ക് വലിയൊരു ഓർഗനാണത്. 81 സ്പീക്കിംഗ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പെഡൽസ് ഉണ്ട്. അത്രയ്ക്ക് വലിയൊരു ഓർഗനാണ്. അത് ഉപയോഗിച്ചിരുന്നവർ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നില്ലെന്നാണ് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ നോക്കിയപ്പോൾ മനസ്സിലായത്. ഇപ്പം നാട്ടിൽ നിന്ന് വരുന്ന അച്ഛന്മാരെല്ലാം ആദ്യം ഇവിടെയാണ് വന്ന് സ്റ്റേ ചെയ്ത് അവർ സ്റ്റാർട്ട് ചെയ്യുന്നത്.
എനിക്കിതിൻ്റെ ഉള്ളിൽ അവരുടെ മൊനാസ്ട്രി ഏരിയയിലൊക്കെ പോകാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ നെയ്ബറായിരുന്ന ഫാദർ ഷാബിൻ, അദ്ദേഹം ആദ്യം ഇവിടെയാണ് വന്നത്. അപ്പം അദ്ദേഹം ഇവിടെ ആയിരുന്നപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിലൊക്കെ ജസ്റ്റ് കയറിയിട്ടുണ്ട്. അതിമനോഹരമായ പൂന്തോട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഫോട്ടോഗ്രാഫിക്കും കുറേ ടൂറിസ്റ്റുകൾ വന്ന് പോകണത് നമുക്ക് കാണാൻ പറ്റും. ചിലവർ പള്ളിയിലുള്ളിൽ കയറി ജസ്റ്റ് കണ്ടിട്ട് പോകും, താല്പര്യമുള്ളവർ പ്രാർത്ഥിച്ചിട്ട്. അപ്പം ഇന്നത്തെ എൻ്റെ കത്തീഡ്രൽ, ദ ബിഗ്ഗസ്റ്റ് ചർച്ച് ഇൻ മെൽബൺ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതിമനോഹരമായൊരു കത്തീഡ്രലാണ്. അപ്പം നിങ്ങൾ മെൽബണിൽ വരാൻ നേരത്ത് ഇതും കൂടി നിങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.